കെ മുരളീധരൻ 2796 വോട്ടുകൾക്ക് വിജയിച്ചു എന്നുള്ള വിവരം വരുന്നു. 2796 വോട്ടുകൾക്ക് വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ വിജയിക്കുന്നു. അങ്ങനെ മുന്നണി ജയിക്കുമ്പോൾ കെ മുരളീധരൻ പരാജയപ്പെടുന്നില്ല. ചെറിയ മാർജിനിലാണ് 2796 വോട്ടുകൾക്ക് കെ മുരളീധരൻ വിജയിക്കുന്നു. വലിയ ജയം അല്ലെ? വലിയ ജയം. ചെറിയ മാർജിനാണെങ്കിൽ വമ്പൻ ജയം, വമ്പൻ ജയം. മന്ത്രിസഭയിൽ എന്തായാലും ഉണ്ടാകും. അല്ല, ക്ലെയിം മാത്രമല്ല, KC വേണുഗോപാൽ പരസ്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ പ്രഖ്യാപിച്ചു. ആദ്യ പരിഗണനയിൽ വരുന്ന പേരുകളിൽ ഒന്നായിരിക്കും കെ മുരളീധരൻ. കെ മുരളീധരൻ മറ്റൊരു ചരിത്രമുണ്ട്. മന്ത്രിയായിരുന്നു കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച്, അതായത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു. അങ്ങനെ മന്ത്രിസ്ഥാനം പോയ ആളാണ്. ആ കെ മുരളീധരൻ വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചു വന്നു. 2796 വോട്ടുകൾക്ക് കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വിജയിക്കുന്നു. കടുത്ത ത്രികോണ മത്സരത്തിന് ഒടുവിൽ കണക്കുകളൊക്കെ അപ്രസക്തമാക്കി പഴയ തന്റെ വേരിവിടെ ഉണ്ട് എന്ന ആത്മവിശ്വാസം അത് ജനം അംഗീകരിച്ചു. അതിന് തെളിവായി മാറുന്നു. 2700 ചില്ലറ വോട്ട് ഇതാ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വിജയിക്കുകയാണ്. മികച്ച ഒരു വിജയം നേടുന്നു. അടുത്ത മന്ത്രിസഭയിൽ ഒരു മന്ത്രി എന്ന് നമുക്ക് ഉറപ്പിക്കാം. വാമനപുരത്ത് സുധീർ ഷാ പാലോട് വിജയിച്ചു. 9 പഞ്ചായത്തിലും സുധീർ ഷാ പാലോട് ലീഡ് ചെയ്തിരിക്കുകയാണ്. ആറന്മുളയിൽ അബിൻ വർക്കി വിജയിച്ചു. അടൂരിൽ CV ശാന്തകുമാർ വിജയിച്ചു. 12 റൗണ്ട് കഴിഞ്ഞപ്പോൾ കഴക്കൂട്ടത്ത് 1859 വോട്ടുകൾക്ക് LDF ലീഡ് ചെയ്യുകയാണ്. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹ്ലിയ വിജയിച്ചിരിക്കുന്നു. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിജയമാണ് പേരാമ്പ്രയിൽ. ഇടതിന്റെ കോട്ടയിൽ ഇടത് മുന്നണി കൺവീനറെ പരാജയപ്പെടുത്തി. അടിയന്തരമായിട്ട് അഴീക്കോട് എന്താണ് നടക്കുന്നതെന്ന് അറിയണം. അഴീക്കോട് ലീഗ് ജയിച്ചു എന്ന് കേൾക്കുന്നു, പക്ഷെ അത് കൺഫേം ചെയ്യണം. അഴീക്കോട് എന്താണ് സംഭവിക്കുന്നത്? അവസാന ഒരു റൗണ്ട് ബാക്കിയുള്ളപ്പോൾ അവിടെ വളരെ 300 വോട്ടിന് മാത്രമാണ് KV സുമേഷ് ലീഡ് ചെയ്തിരുന്നത്. ചെറിയ വോട്ടിന് ആദ്യത്തെ വനിതാ MLA, മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വനിതാ MLA ആയി ഫാത്തിമ തെഹ്ലിയ മാറുകയാണ്. അത് ചില്ലറ പോരാട്ടമായിരുന്നില്ല.